ഫേസ്ബുക്കിൽ പങ്കുവച്ചത് AI നിർമ്മിത ഫോട്ടോ അല്ല എന്ന വാദം ആവർത്തിച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ. പോസ്റ്റ് പിൻവലിക്കില്ലെന്നും തനിക്കെതിരായ പോലീസ് കേസിനെ നിയമപരമായി നേരിടുമെന്നും N സുബ്രഹ്മണ്യൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. യഥാർത്ഥ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ടു. താങ്കൾ ഇപ്പോഴും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നെടുത്ത ക്യാപ്ചർ ചെയ്ത ഫോട്ടോകളാണ് എൻ്റെ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പിന്നെ എന്താണ് ഉറച്ചു നിൽക്കുന്നതിന് പ്രശ്നം? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പുറത്തു വന്ന വീഡിയോയിലെ 1.287 സെക്കൻഡിനകത്തുള്ള ക്യാപ്ചർ ചെയ്തെടുത്ത പടമാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പടം ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ഇത്തരം പടങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ഫേക്കാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ വഴി നമ്മളത് പരിശോധിക്കും. അത് പരിശോധിച്ചിട്ടുണ്ട്. ചാറ്റ് GPT വഴിയും പരിശോധിച്ചിട്ടുണ്ട്. ഇത് രണ്ടിലും ഇത് വ്യാജമല്ല, AI അല്ല എന്ന് ബോധ്യപ്പെട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പടങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പിൻവലിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ആ പങ്കുവച്ച ഫോട്ടോയും അതിന് കൊടുത്ത തലക്കെട്ടും തമ്മിൽ യോജിക്കുന്നില്ലല്ലോ, മാച്ച് ആവുന്നില്ലല്ലോ. എന്താണ് മാച്ചാവാത്ത പ്രശ്നം? മുഖ്യമന്ത്രി അയാളോട് ആ ദൃശ്യങ്ങളിൽ സ്വകാര്യം പറയുന്നത് പോലെയാണല്ലോ ദൃശ്യമുള്ളത്, അല്ലേ? നിങ്ങളെങ്ങനെ പോകുന്ന പടം ഒരു സ്റ്റില്ല് എടുക്കുമ്പോൾ അത് ഒരു പ്രത്യേക പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇവർ സ്വകാര്യം പറയുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ അതിനകത്തുള്ളത്. ഇവിടെ നേരത്തെ രണ്ടുപേര് കടന്നു പോവുകയാണല്ലോ, അപ്പൊ എവിടെയെങ്കിലും വെച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ? നവംബർ 29 രാജീവ് ചന്ദ്രശേഖരൻ ഇതേ പടം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചത്. അദ്ദേഹത്തിനെതിരെ കേസില്ലല്ലോ. എന്താ പ്രശ്നം? അതെന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? N സുബ്രഹ്മണ്യൻ പറയുമ്പോൾ കേസെടുക്കുകയും രാജീവ് ചന്ദ്രശേഖരൻ പറയുമ്പോൾ കേസെടുക്കാതിരിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ അങ്ങനെയല്ലേ? ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കൂടെ ഏതൊരു പടം വെച്ച് 12 കൊല്ലോ 15 കൊല്ലോ മുമ്പ് എടുത്തൊരു പടം വെച്ചിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയായിട്ട് ബന്ധമുണ്ടോ എന്ന് ആക്ഷേപിക്കുന്നതിനെതിരായിട്ട് കേസുണ്ടോ എവിടെയെങ്കിലും? കേസില്ലല്ലോ. എനിക്കെതിരെ ഒരാളും പരാതി കൊടുത്തിട്ടില്ലല്ലോ. സർക്കാരിൻ്റെ സമ്മർദ്ദപരമായി അതല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേവായൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അത് മുന്നോട്ട് പോട്ടെ, ഒരു കേസായിട്ട് ഫേസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. ഏത് ഭവിഷ്യത്ത് വന്നാലും അനുഭവിക്കാൻ തയ്യാറാണ്. എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഞാനിതിനെ പിൻവലിക്കണം. അങ്ങനെ ഭീഷണിപ്പെടുത്തിയും കേസെടുത്തുവെന്ന് വായടപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. സോണിയാഗാന്ധി രാജ്യത്തെ എല്ലാ മതസ്ഥരായ ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ വന്നാൽ കാണുന്നൊരു കോൺഗ്രസിൻ്റെ പ്രമുഖയായ നേതാവാണ്. അവർ അവിടെ അപ്പോയിൻമെൻറ്റ് കൊടുക്കും. നേരത്തെ ചോദിച്ചാൽ ആർക്കും കൊടുക്കും. അതിന് തടസ്സമൊന്നുമില്ല. ആർക്കും പോയി കാണാം. അങ്ങനെ കാണുന്ന കൂട്ടത്തിലൊരു പരം ഏതോ ഒരു കാലത്ത് 12 15 കൊല്ലം മുമ്പ് എടുത്തത് ഈ കേസുമായി ബന്ധപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? അത് സത്യമാണോ? താങ്കൾ 2 ഫോട്ടോ പങ്കുവെച്ചു എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു പടം ഞാൻ അത് കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ പങ്കുവെച്ച് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയ പിന്നെ അത് നമ്മൾ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ബോധ്യമുള്ള കാര്യമേ നമ്മൾ പ്രചരിപ്പിച്ചിട്ടുള്ളൂ. അല്ലാത്ത കാര്യം നമ്മൾ ആദ്യം ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായ ചില കാര്യങ്ങൾ വേണ്ടപ്പോൾ അതിങ്ങനെയൊക്കെ ചെയ്യല്ലോ സാധാരണ. അല്ലേ? തൻ്റെ പോസ്റ്റിലും തൻ്റെ വാദത്തിലും ന്യായീകരണത്തിലും ഉറച്ചു നിൽക്കുന്നു. ഒപ്പം ഈ കേസിനെ നിയമപരമായി തന്നെ നേരിടും എന്നുകൂടിയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യൻ ആവർത്തിക്കുന്നത്. വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.